എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ 30% മുതൽ 50% വരെ ഓഫറുകളുമായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ മിനി MCF പൊളിച്ചുമാറ്റിയ സംഭവം പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്ത് ഓഫീസിലെത്തി സെക്രട്ടറിയുമായി വാക്കേറ്റമുണ്ടായി. എന്തെങ്കിലും പേപ്പർ ഫ്രണ്ട് ഓഫീസിൽ കൊണ്ട ഏത് സ്ഥാപനം പഞ്ചായത്തിനെ പൊളിക്കാം. കൂട്ടിപ്പോയി ഞങ്ങളിവിടെ വന്നിരുന്നു. ആ സമയം കൊണ്ട് കൂട്ടി 5:30 ഇവിടെ വന്നു. ഒരുപാട് സെക്രട്ടറി ഉത്തരവാദിത്തം കാണിക്കണം. വളരെ ഒന്ന് ആലോചിച്ചോക്കിയപ്പോ മാർക്ക് ചെയ്ത സ്ഥലത്തെക്കാട്ട് കയറി പൊളിച്ചിരിക്കുകയാണ്. പൊളിക്കാൻ വന്ന മാനേജർ കിട്ടുമുട്ടി പറഞ്ഞിട്ടാ പൊളിക്കാന്ന് പറഞ്ഞു. ഷീറ്റിന്റെ ഒരു പാല കട്ടിയുള്ള മുഴുവൻ പൊളിച്ചടക്കിപ്പോന്ന് അത്ര പറഞ്ഞു. പിന്നെ ആരപ്പത് പഞ്ചായത്ത് ഈ ഭരണസമിതി എന്തിനാ അവര് പോലും അറിഞ്ഞിട്ടില്ല. അത് സാമ്പത്തിക ലാഭം 1 ലക്ഷം രൂപ ചെലവിട്ടിട്ട് അവിടെ വേറെ ഒന്നുമില്ല, അടുത്തില്ല. അവിടെ പണിതാപ്പാട് 5 കൊല്ലം കഴിഞ്ഞ ജനപ്രതിനിധി അത് വീട്ടിൽ പോയിരിക്കണം. അത് കഴിഞ്ഞ പഞ്ചായത്തിന് പോലും ഓരോരുത്തരും എടുത്തുകൊണ്ടുപോയി. ഒരു വിലയില്ലാതെ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിക്കെതിരെ ഉയർന്ന ആരോപണം തള്ളാതെ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയുടെ പ്രതികരണം. PWD ചെയ്തത് തെറ്റാണെന്നും പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വി തങ്കമ്മ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പാഞ്ഞാളിൽ ഇപ്പം നടന്ന കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അറിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് അറിയാനും ഇവിടെ അറിയിക്കാനും വൈകിട്ടുണ്ട്. അതിനുശേഷം ഇനി അടുത്ത നടപടിയുള്ളത് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അറിയിക്കും. പഞ്ചായത്ത് ഭരണസമിതി ചേരും. അതിനുശേഷമാണ് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനം ശരിയായ രീതിയിൽ തീരുമാനം എടുക്കാനാണ് ഇപ്പോൾ ഉള്ള ഭരണസമിതി അംഗങ്ങളുണ്ട്, അവരോട് ചോദിച്ചപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത്രമാത്രം. ആര് ചെയ്താലും അതിനെതിരെ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ ഭരണസമിതി ചേരണം. ഭരണസമിതി ചേർന്നിട്ടാണ് നമ്മൾ താലൂക്ക് സർവേയർക്കെല്ലാം വിവരം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഈ നടപടികൾ ഇവിടെ നടന്ന നടപടികളെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഭരണസമിതി ചേരും. അതിനുശേഷം നടപടികൾ PWD ചെയ്തത് ശരിയായ രീതിയല്ല. പഞ്ചായത്തിനെ അറിയിച്ചിട്ട് വേണമായിരുന്നു ചെയ്യാൻ. അത് തെറ്റാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഭരണസമിതിയായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. പഞ്ചായത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്നും മിനി MCF എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നും അല്ലാത്തപക്ഷം വലിയ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി MCF യൂണിറ്റ് ഇന്നലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരം PWD കരാറുകാരൻ പൊളിച്ചു നീക്കിയ വിഷയം, അത് പഞ്ചായത്തിൻ്റെ അധികാരികളെ നേരിട്ട് ബോധിപ്പിച്ച് എന്താണ് അതിന് വേണ്ട നടപടി, ഞങ്ങളുടെ പ്രതിഷേധം അത് അടിയന്തരമായി അവിടെ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ പഞ്ചായത്തിലേക്ക് കടന്നു വന്നത്. പഞ്ചായത്ത് സെക്രട്ടറി വളരെ ധിക്കാരത്തോടു കൂടി വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്.
പഞ്ചായത്തിൻ്റെ പൊതുമുതൽ അതിൻ്റെ കസ്റ്റോഡിയൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ് എന്ന ബോധ്യം പോലും ഇല്ലാത്ത രൂപത്തിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ സെക്രട്ടറിയുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അവർ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി ഞങ്ങൾ സംസാരിച്ചു, കമ്മിറ്റി കൂടട്ടെ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്വകാര്യ വ്യക്തി 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്ത് അവിടെ മിനി MCF യൂണിറ്റിൻ്റെ ബാക്കിലൂടെ വില്ലേജ് ഉദ്യോഗസ്ഥന്മാർ അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്തൊരു ഭൂമിയാണ്. അതിനുശേഷം PWD സർവേ കല്ലുമിട്ടു. അതിനുള്ളിൽ 2ൻ്റെയും ഉള്ളിൽ നിൽക്കുന്ന പഞ്ചായത്തിൻ്റെ പൊതുമുതൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നശിപ്പിച്ചത്, തകർത്തത് എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. വളരെ ന്യായമായ, വളരെ ജനങ്ങൾക്കറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അത് ജനങ്ങൾ പറയുകയാണ്, വൈസ് പ്രസിഡന്റ് മാത്രമല്ല ഇതിൻ്റെ സെക്രട്ടറിയും കൂട്ടുനിന്നു എന്ന് ജനങ്ങൾ പറയുമ്പോൾ ജനങ്ങളെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ സാധിക്കുക? അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. വളരെ ശക്തമായി ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടി എന്താണോ തീരുമാനം അത് ഞങ്ങളെ അറിയിക്കുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഉചിതമായ തീരുമാനം എത്രയും പെട്ടെന്ന് അത് PWD കരാറുകാരനെ കൊണ്ട് പുനർനിർമ്മിച്ചിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രതിഷേധം, പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കുന്നതിനടക്കമുള്ള പ്രതിഷേധങ്ങളുമായി കോൺഗ്രസ് കടന്നു വരും.